പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പൊതു ഇടങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന മതചിഹ്നങ്ങളും മതപരമായ അനുഷ്ഠാനങ്ങളെക്കുറിച്ചാണ്. ഇപ്പം ഇന്ത്യ T20 വേൾഡ് കപ്പ് നേടുകയും ആ വേൾഡ് കപ്പ് ട്രോഫിയുമായി ഒരു സംഘം ഒരു ക്ഷേത്രത്തിലേക്ക് പോവുകയും ചെയ്തു. അത് കൊടുക്കുന്ന ഒരു വളരെ തെറ്റായ ഒരു സിമ്പലുണ്ട്, അല്ലെങ്കിൽ ഒരു ഒതോറിറ്റേറിയനിസം, അങ്ങേയറ്റം സ്വേച്ഛാധിപരമായ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ സ്വേച്ഛാധികാരപരമായിട്ടുള്ള ഇടപെടൽ നമുക്ക് സൂക്ഷ്മമായി ആ പ്രവൃത്തിയിൽ കാണാം. ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാജ്യമാണ്. അതായത് ഒരു ദേശം എന്ന നിലയ്ക്ക്, ഒരു രാജ്യം എന്ന നിലയ്ക്ക് നമുക്ക് മതമില്ല. എന്നാൽ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കാൻ പരിശീലിപ്പിക്കുന്ന ഒരു ഭരണഘടന സംവിധാനം നിലനിൽക്കുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവൃത്തികൾ അങ്ങേയറ്റം അനാവശ്യവും അനൗചിത്യമുള്ളതാണ്. ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒന്നാണ്. അപ്പോൾ ആ ടീമിൽ വ്യത്യസ്ത മതത്തെ പ്രതിദാനം ചെയ്യുന്നുണ്ടാകും. രാഷ്ട്രം തന്നെ വ്യത്യസ്ത മതത്തെ പ്രതിദാനം ചെയ്യുന്ന ഒന്നാണ്. ആ നിലയ്ക്ക് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ സെൻറ്റിമെൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിന് ധാർമ്മിക പിന്തുണ കൊടുക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം. ഇപ്പം ആദ്യ വേൾഡ് കപ്പ് ടീമിലുണ്ടായിരുന്ന കീർത്തി ആസാദ് എന്ന മഹാനായ കളിക്കാരൻ തന്നെ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു സന്ദർഭത്തിൽ മാത്രമല്ല, നമ്മൾ പല സന്ദർഭത്തിലും മെജോറിറ്റി മതത്തിന്, ഭൂരിപക്ഷ മതത്തിന് പ്രത്യേകമായ പരിഗണന കൊടുക്കുന്ന ഒരു രീതിയുണ്ട് നമുക്ക്. റെയിൽവേ സ്റ്റേഷനിൽ ഹിന്ദു ദൈവങ്ങളെ പ്രദർശിപ്പിക്കുക, നമ്മുടെ പൊതു ബസ്സുകളിൽ ഹിന്ദു ദൈവങ്ങളെ പ്രദർശിപ്പിക്കുക. ഇത്തരം രീതികൾ രാജ്യത്ത് ജീവിക്കുന്ന ന്യൂനപക്ഷങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു അരക്ഷിതാവസ്ഥയുണ്ട്. ആ അരക്ഷിതാവസ്ഥയിൽ നിന്നാണ് ന്യൂനപക്ഷ തീവ്രവാദം പോലുള്ള മതമൗലികവാദം പോലുള്ള വൈകാരിക മൂവ്മെൻറ്റുകൾ ഉണ്ടാകുന്നത്. അപ്പം അത്തരം മൂവ്മെൻറ്റുകളെയൊക്കെ നമുക്ക് ഗണ്യമായി കുറയ്ക്കണമെങ്കിൽ രാജ്യത്തിൻ്റെ ബഹുസ്വരത ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ്. രാജ്യത്തിൻ്റെ വൈവിധ്യത്തെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ്. പകരം എന്താണ്, ഈ ഭൂരിപക്ഷ മതത്തിൻ്റെ മതചിഹ്നങ്ങൾ ഈ രൂപത്തിൽ ഔദ്യോഗിക രൂപത്തിൽ കൊണ്ടാടപ്പെടുന്ന രീതി എന്നുള്ളത് അങ്ങേയറ്റം എതിർക്കപ്പെടേണ്ടതാണ്. അത് നമ്മൾ തുറന്ന് പറയാൻ തയ്യാറാവണം. എല്ലാവരും തുറന്ന് പറയാൻ തയ്യാറാവണം, അല്ലേ? ഇപ്പോൾ കേരളത്തിലൊക്കെ നമുക്ക് പൊതുവാഹനങ്ങളിൽ, നമ്മുടെ സ്വകാര്യ ബസ്സുകളിൽ നമ്മൾ കാണുന്നത് എന്താണ്? പലപ്പോഴും ദൈവങ്ങളുടെ ഒരു പടം ഉണ്ടാവും. അതിൽ ഹിന്ദു ദൈവം, ഏതെങ്കിലും ഒരു ഹിന്ദു ദൈവത്തിൻ്റെ പടം ഉണ്ടാവും, മെക്കയുടെ ചിഹ്നം ഉണ്ടാവും, ക്രിസ്തു ദൈവൻ്റെ പടം ഉണ്ടാവും. അതൊരു ബഹുസ്വരമായ റെപ്രസെൻറ്റേഷനാണ്. ഒരു ബസ്സിൽ വിവിധ ജാതി മത ആൾക്കാർ കയറുന്ന ഒരിടാണ്, യാത്ര ചെയ്യുന്ന ഒരിടാണ്. അപ്പം എല്ലാ ബഹുസ്വര വിശ്വാസങ്ങളെയും മാനിക്കുക എന്നുള്ളത് അത്രമേൽ പ്രധാനമാണ്. ആ സത്താപരമായിട്ടുള്ള ഉൾക്കൊള്ളലിൻ്റെ ഫലമായിട്ടാണ് ഇത്തരം രീതികൾ കേരളത്തിൽ ഉണ്ടാകുന്നത്. പക്ഷേ സംഘപരിവാർ ഭരിക്കുന്ന ഭരണകൂടത്തിന്, അല്ലെങ്കിൽ അതിൻ്റെ വ്യത്യസ്തങ്ങളായ സംവിധാനങ്ങൾക്ക് ഈ ബഹുസ്വരതയെ മാനിക്കാൻ കഴിയില്ല. കാരണം അവർ സാംസ്കാരിക ദേശീയതയിൽ വിശ്വസിക്കുന്നവരാണ്. അവർ ഭരണഘടനയെ അങ്ങോട്ട് സൈഡ് ലൈൻ ചെയ്തിട്ട് അവരുടെ സാംസ്കാരിക ദേശീയതയിൽ അധിഷ്ഠിതമായ പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഭരണനിർവഹണം പോലും നടത്തുന്നത്. മറ്റൊരു ഉദാഹരണമാണ് ദേശീയപാതയുടെ ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ്. ദേശീയപാതയുടെ സംസ്ഥാന നോഡൽ ഏജൻസി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പാണ്. അതിൻ്റെ തലവനാണ് മുഹമ്മദ് റിയാസ് എന്നുള്ളത്. അയാൾ മുഹമ്മദ് റിയാസ് ആയതുകൊണ്ട് അയാളെ ദേശീയപാതയുടെ ഉദ്ഘാടനത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായ കാര്യമാണ്. നാം എതിർക്കേണ്ട കാര്യമാണ്, ശക്തമായി പ്രതിരോധിക്കേണ്ട കാര്യമാണ്. മാത്രമല്ല, അയാൾ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക്
അയാൾക്ക് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രാതിനിധ്യം ഉണ്ടാവേണ്ടതുണ്ട്. ഇവിടെ ഈ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ആ ഫലകത്തിൽ പോലും റിയാസിൻ്റെ പേരുണ്ട്, മാനീയ സാന്നിധ്യം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ പ്രോഗ്രാമിൽ അയാൾ എന്തുകൊണ്ട് ഇല്ലാതായിപ്പോയി? അവിടെയാണ് ഈ കളികളുടെ രാഷ്ട്രീയം വരുന്നത്, ഈ വംശീയതയുടെ രാഷ്ട്രീയം വരുന്നത്, വെറുപ്പിൻ്റെ രാഷ്ട്രീയം വരുന്നത്, ഫെഡറൽ ജനാധിപത്യത്തെ മാനിക്കാത്ത ഏകാധിപത്യ സർവാധിപത്യ പ്രവണതകളുടെ രാഷ്ട്രീയം വരുന്നത്. അത്തരം രാഷ്ട്രീയത്തെ നമ്മൾ ശക്തമായി എതിർക്കേണ്ടതുണ്ട്. BJP എന്ന് പറഞ്ഞാൽ BJP ഭരണം എന്ന് പറഞ്ഞാൽ ആത്യന്തികമായി ഇന്ത്യയുടെ ഭരണമെന്നല്ല. അവരൊരു കാലഘട്ടത്തിൽ അവർക്ക് രാഷ്ട്രീയ അധികാരം കിട്ടിയെന്നുള്ളതും നാളെ അവരായിരിക്കണം എന്നൊന്നുമില്ല. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. അവരേത് ഏകാധിപത്യ പ്രവണത ഇവിടെ അടിച്ചേൽപ്പിച്ചാലും ഒരു ഘട്ടത്തിൽ അവർ തൂത്തറിയപ്പെടും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന്. കാരണം ജനാധിപത്യം എന്നുള്ള ജനങ്ങൾ തീരുമാനിക്കുന്നതാണ്. ജനങ്ങൾക്ക് ഇവരെ വേണ്ട എന്ന് ഒരു ഘട്ടത്തിൽ തീരുമാനിച്ചാൽ ഇവർ തൂത്തറിയപ്പെടും. അത്രയേ ഉള്ളൂ ജനാധിപത്യത്തിൽ ഏതെങ്കിലും ഒരു മൂവ്മെന്റിന്റെ ഏകാധിപത്യ പ്രവണതകൾ എന്നുള്ളത്. അപ്പൊ ഇത്തരം വളരെ നമ്മുടെ ഫെഡറലിസത്തെ മാനിക്കാത്ത ഇത്തരം പെരുമാറ്റങ്ങളെ നമ്മൾ എതിർക്കുക തന്നെ വേണം. നമ്മുടെ ബഹുസ്വരതയെ, ഫെഡറലിസത്തെ മാനിക്കാത്ത ഇത്തരം പെരുമാറ്റങ്ങൾ നമ്മൾ ശക്തമായി എതിർക്കണം. അതിനാരെയാണ് പേടിക്കേണ്ടത്? നമ്മുടെ പ്രധാനമന്ത്രി ബഹുസ്വരതയും ഫെഡറലിസത്തെയും മാനിക്കാത്ത ഒരാളാണ്. അദ്ദേഹത്തിന്റെ വ്യത്യസ്തങ്ങളായ പെരുമാറ്റങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിന് വ്യത്യസ്ത മതസ്ഥരെ അംഗീകരിക്കാൻ അദ്ദേഹത്തിന് വൈമുഖ്യമുണ്ട്. കാരണം അദ്ദേഹം ഒരു സംഘപരിവാർ ഐഡിയോളജിക്കൽ സ്കൂളിൽ നിന്ന് വരുന്ന ഒരാളാണ്. ചെറുപ്പം തൊട്ട് RSSന്റെ പ്രവർത്തകനായ ഒരാളാണ്. അദ്ദേഹത്തിന് ഇന്ത്യൻ ബഹുസ്വരതയൊന്നും മാനിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ രക്തത്തിലും ചിന്തകളിലെല്ലാം സാംസ്കാരിക ദേശീയതയുടെ ബോധമാണുള്ളത്. അത് ഹൈന്ദവ ദേശീയതയാണ്. ഈ സാംസ്കാരിക ദേശീയത എന്ന് പറഞ്ഞാൽ ഹൈന്ദവ ദേശീയതയാണ്. അദ്ദേഹത്തിന് ഈ ബഹുസ്വര ദേശീയതയുടെ സത്തയും കാമ്പും ഒന്നും അറിയുന്ന ഒരാളല്ല. ഒരു ഭാഗത്ത് ഈ രീതിയിൽ സ്വേച്ഛാധിപത്യപരമായിട്ട് എല്ലാ മേഖലകളിലും ഈ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന്റെ ആധിപത്യം, മറുഭാഗത്ത് ഭരണത്തെ ഉപയോഗിച്ചുകൊണ്ട് കേവലം മൊണോട്ടണസായി കേവലം ഒരു ഏകാധിപത്യപരമായിട്ടുള്ള ഡിക്റ്റേറ്റർഷിപ്പിനെ രൂപത്തിൽ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന രീതികളാണ് കാണാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് സംസ്ഥാന ഭരണകൂടത്തിന് ഈ പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നത്? മുഖ്യമന്ത്രിയെ പോയി ഒരാഴ്ച മുന്നെയാണ് ക്ഷണിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയും. ഇതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രാഷ്ട്രീയമാണ്. നമ്മൾ വലിച്ചെറിയേണ്ട രാഷ്ട്രീയമാണ്. നമുക്ക് ഇടം കൊടുക്കരുതാത്ത രാഷ്ട്രീയമാണ്. ഒരു സ്പേസ് പോലെ ഇത്തരം കക്ഷികൾക്ക് നമ്മൾ സമൂഹത്തിൽ കൊടുക്കാൻ പാടില്ല. കാരണം അങ്ങനെ കൊടുക്കുക എന്നുള്ളത് നമ്മൾ നമ്മുടെ ദേശീയതയോട് ചെയ്യുന്ന ഏറ്റവും വലിയ കുറ്റകൃത്യമാണ്. നമ്മുടെ ബഹുസ്വര ദേശീയതയോട് ചെയ്യുന്ന കുറ്റകൃത്യമാണ്. നാനാത്വത്തിൽ ഏകത്വം എന്ന് ഏറ്റുപാടുന്ന ഇന്ത്യയുടെ സത്തയോട്, ആത്മസത്തയോട് നാം ചെയ്യുന്ന കുറ്റകൃത്യമാണ്. ഇതൊക്കെ അങ്ങേയറ്റ അപലപനീയ കാര്യമാണ്. അത് നമ്മൾ തുറന്നു പറയാൻ തയ്യാറാണ്. ഓക്കെ.